കളിയിൽ അല്പം കാര്യം സീസൺ 2 പവർഡ് ബൈ വില്ലി വൈറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീംസ് ആൻഡ് അജയൻസ് ഗോൾഡിൽ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി പേരന്റിങ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അത്രയും അറിവും നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് ഈ ഒരു സെഷൻ എടുക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ അടുത്ത് വന്നിരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ അടുത്ത സെഷനായ ഹാപ്പി പേരന്റിംഗിലേക്ക് ഹാപ്പി പാരന്റിംഗ് എന്ന ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ബിജു കെ ആർ, നാർക്കോട്ടിക്സ് ഡിവൈഎസ്പി കോട്ടയം. അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു നല്ല കയ്യടി കൊടുക്കാം എല്ലാവരും ചേർന്ന് പ്ലീസ്. ഒരുപാട് സ്നേഹത്തോടുകൂടിയും ആദരവോടുകൂടിയും അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. എസ് അജയൻ സർ പൊന്നാടി അണിയിച്ചിരിക്കുന്നു. ഓൾസോ നമ്മുടെ ഒരു സ്നേഹോപഹാരം. സർ പ്ലീസ്. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവരും രാവിലെ മുതൽ സമ്മർ ക്യാമ്പിൽ വളരെ സന്തോഷകരമായിട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ ആക്ടിങ്ങിനെ കുറിച്ചും പിന്നെ യോഗയെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ സെഷനുകൾ കഴിഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ പോകുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു പരിപാടിയിലോട്ടാണ്. ഗൗരവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ യൂണിഫോം കണ്ടെന്നും ഒന്നും പേടിക്കണ്ട. വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. നമ്മളിവിടെ നടത്താൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഹാപ്പി പാരൻറ്റിങ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അമൃത TV ഞങ്ങൾ വളരെ കാലമായിട്ട് വീക്ഷിക്കുന്ന ഒരു ചാനലാണ്. അമൃത TVയിൽ വളരെ വാല്യൂബിളായിട്ടുള്ള പരിപാടികളാണ്, ക്വാളിറ്റിയുള്ള പരിപാടികളാണ് നമ്മൾ കാണുന്നത്. അവർ ഒരു കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ സ്കൂൾ കുട്ടികളാണെന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരു 1ാം ക്ലാസ് മുതൽ +2 വരെയാണോ? +2 വരെയാണോ? +2 വരെ ഉണ്ടോ? ആ, ഓക്കെ. കുട്ടികളെന്നും പറയാം, അല്ലെങ്കിൽ അഡോളസൻസ് എന്നും പറയാം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളത് കൊച്ചുകുട്ടികൾ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു കുരങ്ങിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരെന്നാണ് പറയുന്നത്. അതായത് അവരെപ്പോഴും ചാടി മറിഞ്ഞ് ഓടി ഒരു സ്ഥലത്ത് നിൽക്കാത്ത ഒരു പ്രായമാണ്. അപ്പോൾ ആ പ്രായം വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ ഗൈഡ് ചെയ്തില്ലെങ്കിൽ, നിയന്ത്രിച്ചില്ലെങ്കിൽ, അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചില്ലെങ്കിൽ അവർ പല പല അപകടങ്ങളിലോട്ട് വഴുതി വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അന്നൊന്നും നിങ്ങളീ കാണുന്ന മൊബൈലും ടാബും കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഉള്ള വിനോദം എന്ന് പറയുന്നത് കായിക വിനോദങ്ങളാണ്. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂളിൽ വന്നാലും സ്കൂളിലും ഒക്കെ കിട്ടുന്ന സമയത്തൊക്കെ കായികമായ വിനോദങ്ങളിലാണ് ഏർപ്പെടുന്നത്. പല 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 തരത്തിലുള്ള കളികളിലാണ് ഏർപ്പെടുന്നത്. അപ്പം അങ്ങനെ ആ കളികളിൽ നിന്നുമാണ് ഞങ്ങളെല്ലാം സന്തോഷം കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും കളിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പല സ്ഥലത്തും ഗ്രൗണ്ടുകൾ തന്നെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുന്നത് മൊബൈൽ ഫോണിലൂടെയും ടാബിലൂടെയുമാണ്. അവിടെയാണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഗാഡ്ജറ്റ്സ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വന്നത് നമ്മുടെ കൊറോണ വൈറസിൻ്റെ കോവിഡ് സീസണിലാണ്. നമുക്ക് സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിക്കുന്ന അവസരത്തിലാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോണുകളും ടാബും ഒക്കെ കൊടുക്കാൻ ഇടവന്ന്. പക്ഷേ അന്ന് കൊടുത്തതിന് ശേഷം കോവിഡൊക്കെ മാറിയിട്ടും ഇന്നും കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണോ ടാബോ തിരിച്ചു വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് പിന്നെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു വിശാലമായ ലോകം
ഓൺലൈൻ എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വിർച്വൽ സ്പേസ് കുട്ടികൾക്ക് ലഭിച്ചത് വഴി അവർ വളരെയധികം എക്സ്പോസ്ഡ് ആണ്. നമ്മുടെ ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ നമുക്കുണ്ടായിരുന്നതിനേക്കാളും 100 മടങ്ങ് അറിവ് ഈ കുട്ടികൾക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ലഭിച്ചത് സ്കൂളിൽ നിന്നോ മറ്റൊരിടത്തു നിന്നോ അല്ല, മറിച്ച് ഇൻ്റർനെറ്റ് വഴിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇൻ്റർനെറ്റിൽ അത്രത്തോളം വിവരങ്ങൾ, അത്രത്തോളം ഇൻഫർമേഷൻ വിരൽ തുമ്പിലുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ആവശ്യം പോലെ അറിവ് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ അറിവ് സമ്പന്നമായ ഒരു സമൂഹമാണ് ഇന്നത്തെ കുട്ടികളെന്ന് നമുക്ക് കുട്ടികളുമായിട്ട് സംവേദിക്കുമ്പോൾ മനസ്സിലാവും. കുട്ടികൾ ഈ പ്രായത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വകയും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതെന്ന് പറയുന്നത് ഒരു മെരിറ്റാണ്. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, വിവരം ഉണ്ടാകുന്നു, നോളജ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരു മെരിറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെരിറ്റ് എന്ന് പറയുന്നത് ഈ ഇൻ്റർനെറ്റിൽ ഈ കുട്ടി എന്താണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ഇൻ്റർനെറ്റ്, മുതിർന്നവർക്ക് വേണ്ടി വേറൊരു ഇൻ്റർനെറ്റ് എന്നില്ല. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കോമൺ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന. അപ്പോൾ എല്ലാവർക്കുമുള്ള കണ്ടന്റുകളെല്ലാം തന്നെ ഈ കുട്ടിയുടെ വിരൽ തുമ്പിൽ ലഭ്യമാണ് എന്നുള്ളതാണ് വളരെ അപകടം പിടിച്ച കാര്യം. വേണമെങ്കിൽ നമുക്ക് പാരന്റൽ കൺട്രോൾ ഉപയോഗിച്ച് നമുക്കൊരു പാരന്റൽ കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് എന്ത് കൊടുക്കാം, എന്ത് കാണാം, എന്ത് കണ്ടുകൂടാ എന്ന് പാരന്റിന് നിശ്ചയിക്കാം. പക്ഷേ കുട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നമ്മൾ ഈ ഡിവൈസുകൾ അവർക്ക് കൊടുക്കുമ്പോഴാണ് ഈ കുട്ടികൾ കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതുമായ പല കാര്യങ്ങളിലോട്ടും ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെ കുട്ടികൾ കാണണം, എന്തൊക്കെ കുട്ടികൾ കേൾക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ നമ്മളൊരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ കുട്ടി എന്തിനാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കണം, എത്ര സമയം ഉപയോഗിക്കണം, എവിടെ വെച്ച് ഉപയോഗിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും പാരൻസ് ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാപ്പി പാരന്റിങ് എന്നുള്ളതാണ്. അപ്പോൾ പാരൻസ് ഹാപ്പി ആവണമെങ്കിൽ, പാരൻസിന് ബുദ്ധിമുട്ട് കുട്ടികളിൽ നിന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ടാബ് ഉപയോഗിക്കുമ്പോൾ എത്ര സമയം കുഞ്ഞ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കണം, അതിനൊരു ലിമിറ്റ് വയ്ക്കണം. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നിനക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടാബ് ഉപയോഗിക്കാം, ഏതായാലും ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഈ സാധനം ഏൽപ്പിക്കാം. അപ്പോൾ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയം ആ കുട്ടിക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി സമയങ്ങൾ അവന് കായികമായ വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കണം. അതുപോലെ കലാപരമായ കാര്യങ്ങൾ, മ്യൂസിക്കോ ഡാൻസോ എന്താണെന്ന് വെച്ചാൽ അത് ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെയൊക്കെ പഠിപ്പിക്കാം. അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഗെയിമുകൾ, ഫുട്ബോളോ ക്രിക്കറ്റോ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് അവനെ പറഞ്ഞുവിടാം. അങ്ങനത്തെ കളിക്കാൻ വേണ്ടി, കായികമായ വിനോദത്തിന് വേണ്ടി കുറേ സമയം കൊടുക്കുന്നതോടൊപ്പം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ എത്ര സമയം എന്ന് നമ്മൾ തീരുമാനിച്ച് കൊടുക്കണം. അത് രാവിലെയാണോ ഇത്ര സമയം, വൈകിട്ട് ഇത്ര സമയം എന്ന് നിശ്ചയിച്ചു കൊടുക്കണം. 2, അവൻ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്നുള്ളതിന് നമ്മൾ പാരന്റൽ കൺട്രോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞിനെ വിശ്വാസമാണെങ്കിൽ അത് പാരന്റൽ കൺട്രോൾ ഇല്ലാതെയോ നമുക്ക് കുഞ്ഞിന് കൊടുക്കാം. അത് 2. 3 എന്ന് പറയുന്നത് ഇവൻ ഇത് എവിടെ വെച്ച് ഉപയോഗിക്കണം. ഇവൻ എന്ന് പറയുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും ചേർത്താണ് ഞാൻ പറയുന്നത്. അവര് ഈ ഡിവൈസ് എവിടെ വെച്ച് ഉപയോഗിക്കണം, ഏത് സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അത് പറയാൻ പ്രത്യേകിച്ച് കാര്യം, ഇപ്പൊ പല കുട്ടികളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒരു സമയനിഷ്ഠയുമില്ല, ഒരു സ്ഥല നിശ്ചയമില്ല. എത്ര സമയം വേണമെങ്കിലും ഉപയോഗിക്കാം, എവിടെ വെച്ച് ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ്. അത് വളരെ കുഴപ്പം പിടിച്ച ഒരു സാഹചര്യമാണ്. അപ്പോൾ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് ലഭിച്ച പരാതികൾക്കും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായത്, കുട്ടികൾ രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ അടച്ചിട്ട മുറികളിൽ, ബെഡിൽ പോലും അടച്ചിട്ട മുറികളിൽ ഈ തീവ്രതയേറിയ ഈ പ്രകാശത്തിൽ നോക്കിക്കൊണ്ട്, സ്ക്രീനിൽ നോക്കിക്കൊണ്ട് മൊബൈലുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ അപകടം പിടിച്ച ഒന്ന്, കുട്ടിയുടെ കാഴ്ചയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. 2,
അവൻ ഇത്രമാത്രം രഹസ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പാരൻസിന് ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അറിയാൻ സാധിക്കാത്തത് കൊണ്ട് കുഞ്ഞ് എന്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരും. അപ്പോൾ പല 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 ചതിക്കുഴികൾ ഈ ഇന്റർനെറ്റിലുണ്ട്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഗെയിമുകളുണ്ട്. നിങ്ങൾക്കറിയാം, മറ്റേ പിന്നെ പബ്ജി, മറ്റേ ബ്ലൂ വെയിൽ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ തരത്തിലോട്ട് കുഞ്ഞ് പോവുകയാണ്, കുഞ്ഞ് ആ ഒരു അഡിക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അവന് ആഹാരം കഴിക്കാൻ താല്പര്യമില്ലാതാവും, ഉറക്കം നഷ്ടപ്പെടും. ഈ തരത്തിൽ കുട്ടി വഴിമാറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് കുട്ടികൾ അങ്ങനെ ആയി മാറുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും കുഞ്ഞിനെ ഒറ്റയ്ക്ക് അടച്ചിട്ട മുറി അടച്ചുകൊണ്ട് അകത്ത് മൊബൈലോടുകൂടി അല്ലെങ്കിൽ ടാബോടുകൂടി കുട്ടിക്ക് ഇത് ഉപയോഗിക്കാനുള്ള അവസരം ഒരിക്കലും കൊടുക്കരുത്. കൊടുക്കുമ്പോൾ ആ മൊബൈൽ അല്ലെങ്കിൽ ടാബ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ പ്രസൻസിൽ, നിങ്ങളുടെ മുന്നിൽ വെച്ചായിരിക്കണം. കമ്പ്യൂട്ടർ ആണെങ്കിലും ടാബാണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ പ്രസൻസിൽ, നിങ്ങളുടെ മുന്നിൽ വെച്ചായിരിക്കണം ഇവൻ ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഈ ഗാഡ്ജറ്റ്സ് ബെഡ്റൂമിൽ കൊണ്ട് കയറാൻ അനുവദിക്കരുത്. കുഞ്ഞ് കിടക്കുന്ന ബെഡ്റൂമിനകത്തോട്ട് ഈ ഡിവൈസുകൾ കയറാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവൻ ഹാളിലിരുന്ന് ഉപയോഗിച്ചോട്ടെ, അല്ലെങ്കിൽ സ്റ്റഡി റൂമിലിരുന്ന് ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സൂപ്പർവിഷനിൽ അവർ ഉപയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റാതെ വരികയും കുഞ്ഞ് വഴിതെറ്റി പോകാൻ സാധ്യതയുമുണ്ട്. പിന്നെ സമയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര സമയം നിനക്കിത് ഉപയോഗിക്കാം, അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അതിലൊരു കൺട്രോള് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഞ്ഞിന് ആഹാരം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഏത് സമയവും ഈ മൊബൈലിൽ തന്നെ ആയിരിക്കും. അവൻ കുളിക്കാൻ താല്പര്യം കാണിക്കില്ല, ആഹാരം കഴിക്കാൻ താല്പര്യം കാണിക്കില്ല. മെയിനായിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. കുഞ്ഞ് ഉറങ്ങൂല. അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടാൽ വളർച്ചയുടെ കാലഘട്ടത്തിൽ, വളർച്ചയുടെ ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതാണ് ഉറക്കം. ഈ ഉറക്കത്തിലാണ് അവൻ്റെ എല്ലാ ഫാക്കൽറ്റിയും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഈ ഉറക്കം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ ശാരീരിക ശേഷി, അവൻ്റെ കായികമായിട്ടുള്ള അവൻ്റെ ഒരു എന്താണ് ഒരു ആരോഗ്യകരമായ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരിക്കലും ഈ മൊബൈൽ ഫോണുകളോ ഈ ഡിവൈസുകളോ ഒറ്റയ്ക്ക് അടച്ചിട്ട മുറികളിൽ ഉപയോഗിക്കാൻ അനുവദിക്കുകയേ ചെയ്യരുത്. മൂന്നാമതെന്ന് പറയുന്നത്, കുട്ടികളുടെ കാര്യത്തിൽ ഹാപ്പി പാരൻറ്റിങ് എന്ന് പറയുന്ന, പാരൻസിന് ഹാപ്പി ആയിട്ട് ഇത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ബാഡ് ടച്ചും ഗുഡ് ടച്ചും മനസ്സിലാക്കി കൊടുക്കണം. ഒരു മുതിർന്ന ആൾ അല്ലെങ്കിൽ മറ്റൊരാൾ കുഞ്ഞിനെ ദുരുദ്ദേശത്തോടു കൂടി സ്പർശിക്കുകയോ അവനെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുകയോ ചെയ്താൽ അവൻ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അവരവരുടെ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടു കൂടി ലളിതമായിട്ട് അവൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. മോനെ, ഈ ആൾക്കാരാരെങ്കിലും നിന്റെ ഈ പ്രൈവറ്റ് പാർട്സിൽ, പ്രൈവറ്റ് ഫാക്കൽറ്റിയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തൊടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അശ്ലീല പദങ്ങൾ സംസാരിക്കുകയോ ചെയ്താൽ അത് ഉടൻ തന്നെ നീ അതിൽ നിന്ന് പിന്മാറണം. നീ അവിടെ നിന്ന് മാറിക്കളയണം. അല്ലെങ്കിൽ നീ ടീച്ചറിൻ്റെ അടുത്ത് അറിയിക്കണം, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരോട് പറയണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെ അടുത്ത് പറയണം, ചേട്ടന്മാരുടെ അടുത്ത് പറയണം. ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, 2 വയസ്സുള്ള കുട്ടികളും 4 വയസ്സുള്ള കുട്ടികളും പല സെക്ഷൽ അസോൾട്ടിനും വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്നലെയും ഒരു വാർത്ത കണ്ടിരുന്നു. 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 65 വയസ്സുകാരൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്താണ് ബാഡ് ടച്ച് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വലിയ ആളുകളുടെ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളെ ആരെങ്കിലും സ്പർശിക്കുകയാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ, ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും ഈ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ എന്ന വ്യത്യസ്തമായ രീതിയിൽ ഓരോ സാഹചര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങനെ സംസാരിച്ചാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഇങ്ങനെ നോക്കിയാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഇങ്ങനെ തൊട്ടാൽ, ഇങ്ങനെ സ്പർശിച്ചാൽ അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അതിനൊരിക്കലും നിന്നു കൊടുക്കരുത്, അതിനൊരിക്കലും വിധേയമാകരുത് എന്നുള്ള രീതിയിൽ അവർക്ക് വളരെ അവരുടേതായ ഭാഷയിൽ
കുഞ്ഞുങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി കൊടുക്കും. നമുക്കറിയാം, ഇപ്പോൾ പോക്സോ ആക്ട് എന്ന് പറയുന്ന ആക്ട് പ്രകാരം കുട്ടികൾക്ക് ഈ പറയുന്ന സെക്ഷൽ അസോൾട്ട് ഉണ്ടാകുന്നതിനെതിരായിട്ടുള്ള ആക്ടാണ് പോക്സോ ആക്ട്. അപ്പോൾ ആ ആക്ട് പ്രകാരം ഒരുപാട് കേസുകളാണ് ഡെയിലി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വീടുകളിൽ, സ്വന്തം ഭവനങ്ങളിൽ പോക്സോ ആക്ട് കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ 3 തലങ്ങളിലാണ് ജീവിക്കുന്നത്. ഒന്ന് വീടിന്റെ ചുറ്റുപാട്, 2 വീടിന്റെ ചുറ്റുപാടിൽ നിന്നും വിദ്യാലയം വരെയുള്ള ഭാഗം, മൂന്നാമത് വിദ്യാലയവും അതിന്റെ സറൗണ്ടിങ്സ്. അപ്പൊ ഈ 3 തലങ്ങളിലാണ് കുട്ടികൾ ജീവിക്കുന്നത്. നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട്. ആ ചുറ്റുപാടിൽ നിന്നും അവൻ സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ ടാക്സിയിലോ കയറി സ്കൂളിലേക്ക് എത്തുന്നു. അത്രയും ആ ഏരിയ. മൂന്നാമത് സ്കൂളും ആ സ്കൂളിന്റെ പരിസരവും. ഈ 3ഉമാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവന്റെ ലോകം. ഈ 3 ഭാഗവും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ടതുണ്ട്. ഈ കുട്ടികൾ ആരുമായിട്ടൊക്കെ ഇടപഴകാൻ സാഹചര്യം ഉണ്ടാകുന്നു. വീട്ടിൽ തന്നെ നമ്മുടെ ബന്ധുക്കള്, വീടിന്റെ അയൽവക്കക്കാര്, അവരുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷകരമായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂൾ ബസ്സിലോ ടാക്സിയിലോ സ്കൂളിൽ എത്തുന്നവരെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നോ നോൺ ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ പരിസരത്തുള്ള കടകളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും കുട്ടികൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ 3 ഭാഗവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. നമ്മുടെ ഒരു കുഞ്ഞിനെ സ്കൂളിലോട്ട് അയച്ചു എന്ന് കരുതിയിട്ട് രാവിലെ പറഞ്ഞു വിട്ടാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കരുത്. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വളരെ നിസ്സഹായരായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവന്റെ കായിക ശേഷി ലിമിറ്റഡാണ്, വളരെ ലിമിറ്റഡാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷനുണ്ട്. വളരെ നിസ്സഹായരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ കുഞ്ഞിന് നല്ല രീതിയിൽ വളർന്നു വരാനും നല്ലൊരു പൗരനായിട്ട് മാറാനും സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ പോക്സോ കേസുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കും. 3 മയക്കുമരുന്നുകളുടെ ഒരു വ്യാപനം. ഇന്നറിയാം, ഒരുപാട് മയക്കുമരുന്നുകൾ പല രൂപത്തിൽ ഇന്ന് അവൈലബിൾ ആണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്ന്, നാർക്കോട്ടിക്സിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ലെവലിൽ കൺട്രോൾ ചെയ്ത് പോകുന്നത്. എന്നാലും നിങ്ങൾക്കറിയാം, കേസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ അതെന്താണെന്ന് കുട്ടികളുടേതായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് മദ്യം എന്ന് പറയുന്നത്, ഇത് ശരീരത്തിനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നു, ഇതാണ് മയക്കുമരുന്ന്. കാണിച്ചു കൊടുക്കാനല്ല, പറഞ്ഞു കൊടുക്കുക. ഇതാണ് മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം. ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിനെ സ്വാധീനിക്കുന്നത്, മദ്യം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, പുകയിലജന്യമായ വസ്തുക്കൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത്, ഇത് ശാരീരികമായ പ്രശ്നങ്ങൾ, എന്തെല്ലാം രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം കുഞ്ഞുങ്ങളുടേതായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാലോ ആരെങ്കിലും നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഇതിനെ ഇങ്ങനെ പ്രതികരിക്കണം എന്ന് അവരുടേതായ ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ അത് കണ്ട് പഠിച്ച് വളർന്നു വരും. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണവുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ കുട്ടികൾ കാണുന്ന വിധത്തിൽ ആരെങ്കിലും മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുകവലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചവയ്ക്കുന്ന ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുന്നതോ അങ്ങനെയുള്ളവർ കാണാൻ ഇടവരുത്തരുത്. കുട്ടികൾ കാണാൻ ഇടവരരുത്. ആ ഇടങ്ങളിൽ നിന്നെല്ലാം കുഞ്ഞിനെ മാറ്റണം. കുഞ്ഞ് ആ ഇടങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കരുത്. പുകവലിച്ചുകൊണ്ട് ഒരുത്തൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് നിൽക്കരുത്. പുകവലിച്ചുകൊണ്ട് നിൽക്കുന്നവൻ അങ്ങനെ കുട്ടികളുടെ അടുത്ത് വരരുത്. അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മദ്യപാനിയായ ഒരാളുടെ മുന്നിൽ അവന്റെ ചുറ്റുപാടിൽ ഒരു കുഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ വരരുത്. അതുപോലെ കഞ്ചാവ്, മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ അവരുടെ ഇടയിലൊന്നും നമ്മുടെ കുഞ്ഞുങ്ങള് ഇടപെടരുത്, ഉൾപ്പെടരുത്. ആ വിധത്തിൽ അവര് ആ സമൂഹത്തിൽ നിന്നും മാറ്റി വളർത്തണം. നമുക്ക് ഈ പറയുന്ന ആൾക്കാരെ എല്ലാവരെയും കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പാടാണ്, പ്രയാസമാണ്. പക്ഷെ നമ്മളായിട്ട് സ്വയം മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു രീതി. അപ്പൊ കുട്ടികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളുടെ ഇടയിൽ അല്ലെങ്കിൽ ക്രിമിനലുകളുടെ ഇടയിൽ പെട്ടുപോകരുത്. അത് സ്വന്തം വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും സഹോദരങ്ങളാണെങ്കിൽ പോലും അവർ മദ്യപിക്കുന്നവരാണെങ്കിൽ ഒന്നുകിൽ മദ്യപാനം നിർത്തുക,
അല്ലെങ്കിൽ കുഞ്ഞ് കണ്ട് വളരുന്ന രീതിയിൽ മദ്യപിക്കാതിരിക്കുക. അവരുടെ മുന്നിൽ വെച്ച് മദ്യപിക്കുക, അവരുടെ മുന്നിൽ വെച്ച് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുക, അവരുടെ മുന്നിൽ വെച്ച് സിഗരറ്റ് വലിക്കുക, അവരുടെ മുന്നിൽ വെച്ച് മുറുക്കാനോ മറ്റു സാധനങ്ങൾ ചവയ്ക്കുക, ഇതൊന്നും കുട്ടികൾ കാണുന്ന വിധത്തിലാവരുത്. കുട്ടികൾ കാണേണ്ടത് മാത്രമേ കുട്ടികൾ കാണാവൂ, അവർ കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാവൂ. അത്രയും ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മമായ ശ്രദ്ധയോടുകൂടി പാരൻസ് വാച്ച് ചെയ്യേണ്ടവരാണ് ഈ പറഞ്ഞ ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ. അവരത്രമാത്രം നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടവരാണ്. ഒരു കുട്ടിയെ കടന്നു പിടിച്ചാൽ അതിനെ ചെറുക്കാനോ അതിൽ നിന്നും പുറത്ത് കടക്കാനോ കുതറി മാറാനോ ഒരു കുഞ്ഞിന് സാധിച്ചു എന്ന് വരില്ല. അവന്റെ ആരോഗ്യത്തിന്, അതിന്റെ കായിക ശേഷിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മളാണ് അവനെ സംരക്ഷിക്കേണ്ടത്, നമ്മളാണ് അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ വളർത്താനായിട്ട്. അതുപോലെ അവന്റെ ഭാവി ആദ്യമേ കുട്ടിക്കാലം പോലെ എന്താവണം? ഡോക്ടറാവണം, വക്കീലാവണം, കളക്ടറാവണം, പോലീസാവണം, ഇങ്ങനെ അടിച്ചേൽപ്പിക്കാതെ, കുട്ടികളെ ഈ തരത്തിൽ അടിച്ചേൽപ്പിക്കാതെ കുട്ടികളുടെ വളർച്ചയിൽ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവന് എന്തിലാണ് താല്പര്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം നമുക്ക് സമൂഹത്തിൽ ഡോക്ടറും പോലീസും വക്കീലും പിന്നെ പട്ടാളവും ഒന്നും മാത്രം പോരല്ലോ. എല്ലാ തുറയിലുമുള്ള ആൾക്കാരുണ്ടെങ്കിലേ മനുഷ്യജീവിതം നടക്കുകയുള്ളൂ. മനുഷ്യജീവിതം സുഗമമായിട്ട് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വേണം. അതിൽ കലാകാരന്മാരും എല്ലാവരും ഉണ്ട്. കലാകാരന്മാരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ കുഞ്ഞിനെ തുടക്കം മുതലേ നീ IAS എടുക്കണം, നീ IPS എടുക്കണം, നീ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് കുത്തി തിരികെ കയറ്റാതെ കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മൾ സൂക്ഷ്മമായിട്ട് കുഞ്ഞിന്റെ ചലനങ്ങളും കുഞ്ഞിന്റെ രീതികളും നോക്കിക്കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ കുഞ്ഞിന്റെ അഭിരുചി എന്താണ് എന്ന് മനസ്സിലാവൂ. അപ്പൊ ആ അഭിരുചിക്ക് അനുസരിച്ച് കുഞ്ഞിനെ നമ്മൾ ട്രാക്ക് ചെയ്യണം, കുഞ്ഞിനെ ഗൈഡ് ചെയ്യണം. ആ രീതിയിൽ വിട്ടു കഴിഞ്ഞാൽ അവൻ നമുക്ക് രാഷ്ട്രത്തിനൊരു മുതൽക്കൂട്ടായിരിക്കും. അതുപോലെ രാഷ്ട്ര സ്നേഹം കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കണം. എന്താണ് രാഷ്ട്രമെന്നും രാഷ്ട്രത്തിലെ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ കടമകൾ എന്താണ്, നമ്മുടെ ഈ കാര്യങ്ങൾ, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കുട്ടിയെ ചെറിയ നാൾ മുതൽ പഠിപ്പിച്ചു കൊടുക്കണം, പരിശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ രാഷ്ട്രത്തിന് ഉതകുന്ന ഒരു ഉത്തമ പൗരനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുകയുള്ളൂ. അവരുടെ പ്രൊഫഷനും അവരുടെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്യണം. അല്ല നമ്മളായിട്ട് ഞാൻ ഡോക്ടറാണ്, എൻ്റെ മോൻ ഡോക്ടറാവണം, ഞാൻ വക്കീലാണ്, എൻ്റെ മോൻ വക്കീലായിരിക്കണം എന്ന് വാശി പിടിക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞിനെ പ്രേരിപ്പിക്കാതെ അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യാതെ കുഞ്ഞിന്റെ അഭിരുചി എന്താണോ, അവനൊരു കർഷകനാവണമെന്ന് ആഗ്രഹമാണെങ്കിൽ അവനെ കർഷകനാക്കൂ, നല്ല കർഷകനാവട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കർഷകരെയാണ്, നമുക്ക് ആഹാരം തരുന്ന അവരാണ്. അവന് കൃഷിപ്പണിയാണ് താല്പര്യമെങ്കിൽ അവനെ കർഷകനാകൂ, നല്ല രീതിയിൽ അവനെ നല്ലൊരു കർഷകനായി മാറട്ടെ. അതിലെന്താണ് തെറ്റ്? എല്ലാ തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഒരു തൊഴിലും ഒന്നിനും മേലെയല്ല, എല്ലാ തൊഴിലിനും ഒരുപോലെ അന്തസ്സുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ജീവിതം പിന്നെ സുഗമമായിട്ട് പോവുകയുള്ളൂ. എല്ലാവരും നമുക്ക് ആവശ്യമാണ്. അവനൊരു ഡാൻസ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവനെ ഡാൻസറാക്കൂ. അവനൊരു വയലിൻ പഠിക്കാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പിന്നെ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് താല്പര്യമുണ്ടെന്ന് അവന്റെ ജീവിതത്തിൽ, അവന്റെ വളർച്ചയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവൻ പാടുന്നതും അവൻ ചെണ്ടയടിക്കും, കൊട്ടടിക്കുന്നതും അല്ലെങ്കിൽ അവനെ വരയ്ക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവന്റെ കഴിവ് ഇതിലാണ്, ഇവന്റെ കഴിവ് ഇതാണ്. ആ കഴിവിലോട്ട് തന്നെ നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്താൽ ആ തലത്തിൽ അവൻ 1-ാം നമ്പറായിട്ട് മാറും. അതുകൊണ്ടല്ലേ നമുക്ക് പ്രശസ്തരായ ചിത്രകാരന്മാരും പ്രശസ്തരായ കലാകാരന്മാരും പ്രശസ്തരായിട്ടുള്ള കർഷകരും എല്ലാ തൊഴിലിലും നമുക്ക് ജനങ്ങളുള്ളത്, നമുക്ക് ആൾക്കാരുള്ളത്. ഓരോരുത്തരുടെയും അച്ഛനമ്മമാർ അവരെ അങ്ങനെ രീതിയിൽ വളർത്തിയത് കൊണ്ടല്ലേ അങ്ങനെ ആയത്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ വെറുതെ ആവശ്യമില്ലാതെ സമ്മർദ്ദം ചെലുത്തി വളർത്താതെ അവരുടെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അഭിരുചിക്കനുസരിച്ച് അവരെ നയിക്കണം, അവരെ ഗൈഡ് ചെയ്യണം. ഗൈഡ് ചെയ്ത് അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെയാണ് ആഹാരവും ആരോഗ്യവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, ശരിക്ക് വെള്ളം കൊടുക്കുക, നന്നായിട്ട് ഉറക്കുക, ഉറങ്ങാൻ അനുവദിക്കുക, നന്നായിട്ട് ശരീരം ഡെവലപ്പ് ചെയ്യത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാകുന്ന രീതിയിൽ വളർത്തിയെടുക്കുക. എന്തെങ്കിലും ജങ്ക് ഫുഡുകളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ അവരാവശ്യപ്പെടാൻ സൗകര്യം കൊടുക്കാതെ നല്ല ആഹാരം, ശുദ്ധമായ ജലം ഇത് അവർക്ക് കൊടുക്കൂ. അവരത് ചോദിക്കുന്ന വിധത്തിൽ അവരെ വളർത്തണം. ഇപ്പം ആവശ്യമില്ലാതെ ജങ്ക് ഫുഡ് കഴിച്ചിട്ട്
കുട്ടികൾ അമിതവണ്ണവും വേണ്ടാത്ത അസുഖങ്ങളും ഒക്കെ ഉണ്ടായി മാറുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. 15 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളുടെ മുടിയൊക്കെ നരയ്ക്കുന്നു, കുട്ടികൾക്കെല്ലാം മുടി നരയ്ക്കുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഒരു 10-17 വയസ്സാകുമ്പോൾ തന്നെ പല്ലുകളൊക്കെ കേടാകുന്നു. എല്ലാ പല്ലുകളും പിന്നെ കേടാകുന്ന അവസ്ഥ, മുടി നരയ്ക്കുന്ന അവസ്ഥ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാകുന്ന അവസ്ഥ, ടൈപ്പ് 1 ഡയബറ്റീസ് കൊച്ചു കുഞ്ഞുങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളെ അച്ഛനമ്മമാർ എങ്ങനെയാണോ വളർത്തി നമ്മളെ ഈ രീതിയിലാക്കിയത്, അതിനേക്കാളിലും ഉത്തരവാദിത്വത്തോടുകൂടി, അതിന്റെ ഇരട്ടി ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ ഈ തരത്തിലെല്ലാം കൂടി ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ നമുക്കും നമ്മുടെ രാഷ്ട്രത്തിനും ഒരു അസറ്റായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടെന്നാണ് കേൾക്കുന്നത്, അത് ചെയ്യാം. അപ്പൊ ഈ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന ഈ സെക്കൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ അമൃത ടിവിയുടെ ഇതിന് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവരും ഇത് കാണുക, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. നല്ല ഭാവിയും എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.